ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എണ്ണ വ്യാപാരം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കയാണ് അവർക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഏതായാലും അതിനെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. അതിന്റെ ഭാഗമായി ഏതാണ്ട് 5000-ത്തിലധികം വരുന്ന ചെറുകിട ബോട്ടുകളിൽ ചാവേറുകളെ തയ്യാറാക്കി നിർത്തുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഈ ബോട്ടുകൾ റഡാറിന്റെ കണ്ണ് വെട്ടിച്ച് കടലിൽ മൈൻ പാകുവാനും ആക്രമണം നടത്തുവാനും ശേഷിയുള്ള ബോട്ടുകൾ, ചെറു ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ പലപ്പോഴും ഇത്തരം സംഘർഷങ്ങൾ ഈ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് പോലും പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യം ഈ ചെറുകിട ഈ ബോട്ടുകളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതെല്ലാം ചാവേർ ചെറുകിട ബോട്ടുകളാണ്, ആളില്ലാ ബോട്ടുകളാണ്. ഇത്തരം ബോട്ടുകൾ അനവധി ഇറക്കി വിട്ടുകൊണ്ട് അതിനെ വലിയ തരത്തിലുള്ള ഡാമേജുകൾ ഈ ഹോർമുസിലും ഇല്ലെങ്കിൽ ഈ കടലിലുമൊക്കെ മൈൻ പാകുന്നതിലൂടെയൊക്കെ വരുത്താൻ കഴിയും. ഇതിനെയൊക്കെ മറികടന്ന് പിന്നീട് പതുക്കെ മാത്രമായിരിക്കും മറ്റു കപ്പലുകൾക്ക് സഞ്ചരിക്കാനും കഴിയാതെ. ഏതായാലും 5000-ത്തിലധികം വരുന്ന ഇത്തരം ചെറുകിട ചാവേർ ബോട്ടുകളാണ് ഇപ്പോൾ ഇറാൻ കടലിൽ ഇറക്കിയിരിക്കുന്നത്. തങ്ങളുടെ കപ്പലുകൾക്ക്, അതായത് തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ തടയാനൊരു ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കളത്തിൽ ഇറങ്ങുന്നത്. മുൻപ് തന്നെ ഇത്തരം വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ചെറുകിട ബോട്ടുകളാണ് ഇറാന്റെ ഈ കടലിലെ ഏറ്റവും വലിയ ശക്തി എന്ന്. കാരണം ഈ വലിയ ഷിപ്പുകളെല്ലാം തന്നെ അമേരിക്ക തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ 155 ചെറുകിട ബോട്ടുകൾ തകർത്തുവെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായാലും ഹോർമുസ് മാത്രമല്ല ഗൾഫ് മേഖലയെ ആകെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.